പ്രാർത്ഥിക്കുന്നവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെയും ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവരെയും ആരെയും ദൈവം കൈവിടത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചില സമയത്ത് ചിലർക്കെങ്കിലും സാക്ഷ്യം പറയാൻ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാര്യം അമ്മ അറിയാതെ നിങ്ങളെ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യത്തിന് തീയതി കുറിച്ചിട്ടുണ്ട്. ദൈവം കുറിച്ച തീയതികളിൽ അഭിഷേകത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ കാരുണ്യമുണ്ടാകും. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിതദുരിതങ്ങൾ, വിവിധ പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഗ്നിതന്നഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ നിറയണമേ. അഗ്നിതന്നഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, ഇപ്പോഴും അച്ഛൻ ഈശോയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങളാണ്. ശ്വാസകോശ രോഗങ്ങളുണ്ട്, പക്ഷെ അത് കാണിക്കണില്ല. അത് പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ കാണിച്ച രോഗങ്ങളെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉദരസംബന്ധമായ രോഗങ്ങളിലെ അൾസർ, അരിസസ്, കുടൽ രോഗങ്ങൾ, കുടലിലെ പുണ്ണുകൾ, പാങ്ക്രിയാസിക് രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ എല്ലാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കിഡ്നി രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ. മൂത്രാശയ രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ. മലബന്ധമുള്ളവരെ ഉദരത്തില് അങ്ങ് സ്പർശിക്കണമേ. പാങ്ക്രിയാസിക് രോഗങ്ങൾ, അണ്ഡാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ. ഉദരാശയ രോഗങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉദര രോഗങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധിയായ രോഗങ്ങൾ അത് സുഖപ്പെടുത്തുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങൾ, അമ്മ ഇത്രയും 2018 അതേ അനുഗ്രഹങ്ങൾ 2019 കുറച്ചുകൂടി വേഗത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് 16 വർഷം, 14 വർഷം, 7 വർഷം മക്കളില്ലാത്തൊരു സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഡോക്ടർമാരുടെ തള്ളിക്കളഞ്ഞ കേസ് പോലും അമ്മ എടുത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ, ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്ന ദമ്പതികൾ അമ്മേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ പരിശുദ്ധമ്മേ, ഇപ്പോഴേ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മക്കളില്ലാത്തവരുടെ ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ. മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ. മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ. മക്കളില്ലാത്ത ഉദരത്തിലുള്ള അമ്മ, എല്ലാ അമ്മമാരും മക്കളായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. വൈവാഹിക ദോഷങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഈ നിമിഷം തടസ്സങ്ങൾ മാറട്ടെ. മക്കളില്ലാത്ത
ഇല്ലാത്തവരെ, ഈശോ പഠിക്കാത്ത കുഞ്ഞുങ്ങളെ വഴിപിഴച്ച അനുസരണയില്ലാത്ത തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിട്ട് കർത്താവ് ആത്മാവ് നഷ്ടപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹത്തിൽ ചോദിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ചോദിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മക്കളെ, സ്ഥലം വിറ്റുമാറാൻ പറ്റാതെ ഇരിക്കണവരെ, സ്ഥലമില്ലാത്തവരെ, വീട് ഇല്ലാത്തവരെ, വാടകയ്ക്ക് ഒട്ടികം പാട്ടത്തിന് താമസിച്ച് പല പല കുരുക്കുകളും കുഴങ്ങിയിരിക്കുന്നവരെ, ജോലി ഇല്ലാത്തവർ, വിദൂരങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, വിസ പ്രയാസങ്ങളുള്ളവരെ, എമിഗ്രേഷൻ ട്രബിളുള്ളവരെ, PR-ൻ്റെ കുഴപ്പങ്ങളിൽ പെട്ടിരിക്കുന്നവരെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ, കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കട്ടെ. വിദേശ ജോലികൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്തവർ ഈശോ അങ്ങ് സ്പർശിക്കണമേ കർത്താവ്. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഭവന ജീവിത ദുരിത തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ട്. ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. അഭിഷേകമേ, 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 കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. മക്കളെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, ഇടുങ്ങിയ വഴിയുള്ളവരെ, തർക്കപ്പുരയിടത്ത് കിടക്കുന്നവരെ, ഭാഗ ഉടമ്പടി ചെയ്യാത്തവരെ, ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, അതിൻ്റെ പേരിൽ എല്ലാ കാര്യവും ബ്ലോക്കായി, ലോണില്ല, വിവാഹമില്ല, ഒന്നുമില്ലാതെ വീട് ഉറഞ്ഞു പോയവരെ, ഉറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്വന്തമായി ഭൂമിയില്ലാത്തവര്, ഉറച്ച ഭവനങ്ങളിൽ താമസിക്കുന്നവര്, സോറിയാസിസ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, അതുപോലെ തന്നെ കൈയും കാലം തളർന്നു പോകുന്ന അവസ്ഥകൾ, ആ രോഗങ്ങളെല്ലാം ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങളെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാര്യം, ഉടമ്പടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ തളർന്നു കിടന്ന ആൾക്കാർ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് തന്നുവെന്ന് സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവ് ഒന്നും അസാധ്യമില്ലാത്തവനെ, എല്ലാം സാധ്യമായവനെ, വാതരോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, വേരിക്കോസ് രോഗങ്ങൾ, ആണ്യ രോഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ഡേറ്റ് കാര്യങ്ങൾ, മക്കളുടെ ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം
അടുത്ത മാസം നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഉള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ സമർപ്പിക്കാൻ പോവുകയാണ്. ചില ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ഡേറ്റ് പരീക്ഷാ ഡേറ്റ് ആയിരിക്കാം, അത് നിങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക. ചില ഡേറ്റുകൾ റിസൾട്ട് വരുന്ന ഡേറ്റ് ആയിരിക്കും, ആ ഡേറ്റ് ഇപ്പോൾ സമർപ്പിക്കുക. ചില ഡേറ്റുകൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചിലത് യാത്ര ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ സ്ഥലം അളവിൻ്റെതായിരിക്കും, ചില ഡേറ്റുകൾ കേസിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ പണം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് കൊടുക്കാനുള്ള ഡേറ്റ് ആയിരിക്കും, ചിലത് പണം നമുക്ക് കിട്ടാനുള്ള ഡേറ്റ് ആയിരിക്കും. ഇങ്ങനെ നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ പ്രോമിസ് ചെയ്തിരിക്കണ, നീ പ്രതീക്ഷിക്കണതും നീ ഡേറ്റുകളെ ഇപ്പോൾ ഓർക്കുക. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ തീയതികൾ, മക്കളോർത്ത തീയതികൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ആ തീയതികളുടെ മേൽ കർത്താവ് വിവാഹത്തിൻ്റെ തീയതികൾ, മനസ്സമ്മതത്തിൻ്റെ തീയതികൾ, നിശ്ചയത്തിൻ്റെ തീയതികൾ, യാത്രയുടെ തീയതികൾ, കേസിൻ്റെ തീയതികൾ, സ്ഥലത്തിൻ്റെ തീയതികൾ, കള്ളവെപ്പിൻ്റെ തീയതികൾ, വീട് നിർമ്മാണത്തിൻ്റെ തീയതികൾ, യാത്രയുടെ തീയതികൾ, സത്യത്തിന്റെ തീയതികൾ, യേശു ക്രിസ്തു നാമത്തിൽ ഓരോ തീയതികളും കർത്താവേ അവിടത്തേക്കുള്ളതാണ്. കാലങ്ങളും തീയതികളും കാലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ കുടുംബത്തിൽ നടക്കേണ്ട നിരവധിയായ കാര്യങ്ങൾക്ക് ഡേറ്റ് തീരുമാനിച്ച എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നത് പറയുന്നു. അഭിഷേകമേ അഭിഷേകമേ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ദിവ്യകാരുണ്യത്തിന് വസ്തുക്കളെടുത്ത് പിടിക്കട്ടെ. കർത്താവ് കൃപാസനത്തിലൂടെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ഉദ്ദേശിച്ച് തന്നെ വിളിച്ച് നിങ്ങളെ ശക്തീകരിക്കാനും വിശുദ്ധീകരിക്കാനും വേണ്ടി വിളിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി ചെയ്യാത്തവർ ഈ മാസം തന്നെ ഉടമ്പടി ചെയ്ത് മാറ്റണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെ നേർച്ച ഉയർത്തി പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out your spirit, fire finger, soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the merits of our holy priesthood, I bless the hallelujah. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ വസ്തുക്കളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. ഹിന്ദി പത്രം, കൃപാസനത്തിൻ്റെ ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രം രണ്ടെണ്ണം. ഇംഗ്ലീഷ് പത്രവും ഉണ്ട്, ഇംഗ്ലീഷ് ബ്ലെസ്സിങ്സും ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ബ്ലെസ്സിങ്സും ഉണ്ട്. അതുപോലെ തമിഴ് പത്രമുണ്ട്. ഹിന്ദിയും തമിഴും ഇംഗ്ലീഷ് പത്രങ്ങൾ ഓഫീസിൽ ലഭിക്കും. സ്റ്റേറ്റ് വിട്ട് പോകുന്നവരും മലയാളികളല്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇംഗ്ലീഷ് പത്രമോ ഹിന്ദി പത്രമോ തമിഴ് പത്രമോ മേടിക്കേണ്ടതാണ്. അടുത്ത മാസം മുതൽ തെലുങ്കും കന്നഡയും പത്രങ്ങൾ ലഭിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ഈശോദികളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ജീവിത മേഖലകളെ, നിങ്ങളുടെ രോഗങ്ങളെ ഈശോ സുഖപ്പെടുത്തും. മാരക രോഗങ്ങൾ ഇതാ ഈശോ സുഖപ്പെടുത്തുകയാണ്. കർത്താവ് നിങ്ങളുടെ മധ്യത്തിലൂടെ നിങ്ങളുടെ രോഗാതുരമായ മേഖലകൾ സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ആശീർവദിച്ചുകൊണ്ട് ഈശോ കടന്നു വരുന്നു. അത്തരം കാഴ്ച കൊടുത്ത ദൈവം
ബethലേലിന് കേൾവി കൊടുത്ത ദൈവം, ഗുണത്തിന് നടക്കാൻ കരുത്ത് കൊടുത്ത ദൈവം, കുരുട് നിവർത്തിയ ദൈവം, കൈ സൂക്ഷിച്ചവരെ സുഖപ്പെടുത്തിയ ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുകയാണ്. വിളിച്ചപേക്ഷ കർത്താവേ, എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കഴിയണമേ എന്ന് കരങ്ങളുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മക്കളെ സമർപ്പിക്കട്ടെ. വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കള്, IELTS നെറ്റിൻ്റെ സെറ്റിൻ്റെ നീറ്റിൻ്റെ എക്സാം എഴുതുന്നവരെ, വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്തമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ടെസിമോൾ ഫ്രാൻസിസ്. കോട്ടയം ജില്ലയിൽ ചേർപ്പൊങ്കൽ ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇതെൻ്റെ ചാച്ച, പേര് ഫ്രാൻസിസ്. ഇതെൻ്റെ അമ്മ മോളി ഫ്രാൻസിസ്. എൻ്റെ ചാച്ചയ്ക്ക് 2016 വൻകുടലിൽ ക്യാൻസറായിട്ട് കീമോതെറാപ്പിയും സർജറിയും കഴിഞ്ഞ് 2018 ട്രീറ്റ്മെൻ്റ് എല്ലാം അവസാനിപ്പിച്ച് ഫോളോ അപ്പ് ചെയ്തു വരികയായിരുന്നു. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ CA കൗണ്ട്, ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ 2022 പെട്ടെന്നൊരു വയറുവേദന വരികയും CA കൗണ്ട് നോക്കിയപ്പോൾ അത് ക്രമാതീതമായി കൂടി. 4 വരെയാണ് നോർമൽ. സാധാരണ ചാച്ചയ്ക്ക് 6 വരെ വരാറുണ്ട്, 7 അങ്ങനെ. അത് കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് 8 ആയി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ USG അബ്ഡോമൻ ചെയ്യാൻ പറഞ്ഞു. അതിൽ ചെയ്തപ്പോഴത്തേക്കും ലിവറിൽ 25 മില്ലിമീറ്റർ ഒരു ചെറിയ തടുപ്പ് കാണിച്ചു. അപ്പോൾ ലിവറിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് ഡോക്ടർക്ക് സംശയമായി. അങ്ങനെ അത് കൂടുതൽ ക്ലിയർ ആകാനായിട്ട് CT അഡ്വൈസ് ചെയ്തു. അപ്പോൾ ഞാനും അമ്മയും, ഞാൻ ഉടമ്പടിയിലായിരുന്നു. അമ്മേനെയും കൊണ്ട് ഞാനിവിടെ വന്നു. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ ആരാധനയുടെ സമയത്ത് ഈ സ്കാനിങ് റിസൾട്ട് ഇവിടെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, ഇനിയൊരു അസുഖം വരരുത് എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അമ്മ ഇവിടെ ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം ഇവർ പോയി സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ അതൊരു ഫാറ്റായിരുന്നു എന്ന് കണ്ടു. ഫാറ്റി ലിവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങളിവിടെ ഉടമ്പടി നമ്മൾ സാക്ഷ്യം പറയാനായിട്ട് വന്നു. അന്ന് ഞാനും അമ്മയും തനിച്ച് വന്നതുകൊണ്ട് സാക്ഷ്യം പറയാൻ സമ്മതിച്ചില്ല, എഴുതി കൊടുത്തിട്ട് പോയി. അങ്ങനെ വീണ്ടും 2023 ഇതേപോലെ തന്നെ വീണ്ടും വയറുവേദന വന്നു. അപ്പോൾ CA കൗണ്ട് നോക്കിയപ്പം 9 ആയി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു CTയും കൊളോണോസ്കോപ്പിയും ചെയ്യാം, കുറേ വർഷമായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ CT സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ചാച്ചനെയും അമ്മ ഇവിടെ വന്ന്, ഞങ്ങൾ 3 പേരും വന്ന്. അന്ന് ചാച്ച ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തു. അതിന് പിറ്റേ ദിവസം പോയിട്ട് CT ചെയ്തപ്പോൾ ആ CTയിൽ നോർമൽ റിസൾട്ടാണ്. അന്ന് ആ പഴയ റിസൾട്ടിൽ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, ഈ റിസൾട്ടിൽ നോർമൽ എന്നാണ് കാണിച്ചത്. ഇത്ര വലിയ അനുഗ്രഹം നൽകിയ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് 5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്ത് 2020 ഞാൻ റിസൈൻ വെച്ചിട്ട് നാട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് സൗദിയിലെ ബെനിഫിറ്റ് കിട്ടാനുണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് ശേഷം റിസൈൻ വെച്ച് വന്ന എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റ് കിട്ടി. എനിക്ക് മാത്രമേ 2 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നിയോഗത്തിലൊന്നും വെച്ചില്ല, മാതാവിനോട് ജസ്റ്റ് പ്രാർത്ഥിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2023 ജനുവരിയിൽ എനിക്ക് എൻ്റെ സൗദി ബെനിഫിറ്റ് കിട്ടി. അതിനും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇരിക്കെ തന്നെ എനിക്കൊരു സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടി. അമ്മയ്ക്ക് വല്ലാത്തൊരു അസുഖം വരുമോ, ഒരു മരിക്കാൻ പോകുന്ന പോലത്തെ ഒരു അസുഖം വരുക. അപ്പം ഞാൻ പേടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പം കൃപാസന മാതാവിനെയാണ് കണ്ടത്. അതിനുശേഷം മുന്നിൽ കൃപാസന മാതാവും പുറകിൽ അന്തോനീസ് പുണ്യാളനാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് ഞാൻ മറന്നുപോയി. അതിനുശേഷം ഈ ഡിസംബർ ആയപ്പോൾ അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയതിന് ശേഷം ഡിസംബറിൽ അമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, അമ്മയുടെ അയക്സിലയിൽ ഒരു മുഴ പോലെ തൂങ്ങിക്കിടക്കുവാണെന്ന് പറഞ്ഞു.
അപ്പോൾ അമ്മയ്ക്കിത് നേരത്തെ ഉണ്ടായിരുന്നു, അമ്മ ഇത് ആരോടും പറഞ്ഞില്ല. അത് വലിപ്പം വെച്ചപ്പോഴാണ് അമ്മ ഇത് പറഞ്ഞത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അമ്മയ്ക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു, എന്ത് വന്നാലും മാതാവ് തരുന്നതല്ലേ, തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നമുക്ക് ബുക്കിംഗ് ഡേറ്റ് കിട്ടിയത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ അമ്മ അതുവരെ അമ്മ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം സൈസ് ഇച്ചിരി കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ടേ ഉള്ളൂ, എന്തെങ്കിലും മാമോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാമോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ ആ റിസൾട്ട് നോർമലാണ്. ഒരു ആൽവിലോർ ഡക്റ്റ് കുറച്ച് വലിപ്പം വെച്ച്, അത് പേടിക്കാനുള്ളതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഈ വലിയ അനുഗ്രഹം നൽകിയ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ കുറച്ചും കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരിതും, പിന്നെ ബൈബിൾ വായന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം തുറക്കുമ്പോൾ കിട്ടുന്ന ഏതാണോ അതല്ലേ വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ വായിക്കണമെന്ന് മാക്സിമം ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഡ്യൂട്ടിയുടെ ക്ഷീണവും ഇതൊക്കെ കാരണം ചിലപ്പോൾ കുറച്ച് നടക്കാറില്ല, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ 2 ആഴ്ച കുമ്പസാരിക്കണമെന്നുണ്ടല്ലോ, കുമ്പസാരിക്കാനും ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കുമ്പസാരിക്കാതെ വരുമ്പോൾ ഒരു മനസ്സിനൊരു ടെൻഷനാണ്. പിന്നെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളാൻ എനിക്ക് സാധിക്കാറില്ല, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട്. എങ്കിലും ഇട ദിവസങ്ങളിൽ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുർബാനയിൽ പങ്കുകൊണ്ടിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാറുള്ളത്. ഞായറാഴ്ച ദിവസം ഞാൻ കുർബാന മുടക്കാറേ ഇല്ല ഉടമ്പടി എടുത്തതിന് ശേഷം. പിന്നെ ഞാൻ ഈ ഉടമ്പടിയിൽ എനിക്ക് ചെറിയ പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട്. പത്രം കൊടുക്കുന്നതിൽ എനിക്ക് ആദ്യം നല്ല മടിയുണ്ടായിരുന്നു, ചമ്മലായിരുന്നു. പിന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും. സിക്കായ രോഗികൾക്ക് ഞാൻ ഈ പത്രം കൊടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്, കാരണം മാതാവ് നോക്കിക്കൊള്ളുമെന്ന് പിന്നെ എനിക്കൊരു തോന്നൽ വരും, പിന്നെ എനിക്ക് ടെൻഷനില്ല. പിന്നെ അവിടെ വരുന്ന ചിലർ നമ്മൾക്ക് പൈസയൊക്കെ ചോദിക്കും. ആ സമയങ്ങളിൽ മരുന്ന് മേടിക്കാനും പിന്നെ അവിടെ ഒരു കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്, അവിടെ ഞാൻ ഉച്ചഭക്ഷണത്തിനുള്ള പൈസയായിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഞാനിങ്ങനെ പാകപ്പിഴകൾ വന്നപ്പോൾ ഞാനൊരു ദിവസം ജോസപ്പച്ചനെ സ്വപ്നം കണ്ടു. ജോസപ്പച്ചൻ ഇവിടെ ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. അപ്പോൾ ഞാൻ സ്വീകരിക്കാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ജോസപ്പച്ചൻ എനിക്ക് ഈശോയെ തന്നില്ല. അച്ഛൻ പുറകോട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് അച്ഛനെ രൂക്ഷമായി നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ എന്നിട്ട് അവിടെ തന്നെ നിന്നു. പിന്നെ അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് ഈശോയെ തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം വീണ്ടും 2 മാസം മുന്നേ ഞാൻ അച്ഛനെ വീണ്ടും സ്വപ്നം കണ്ടു. അത് ഞാനും അമ്മയും കൂടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട്, അച്ഛൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛന് തൃപ്തിയാകുന്നേ ഇല്ല. അച്ഛനിങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കുക. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരച്ഛൻ വരും എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ല സുഗന്ധാഭിഷേകം ലഭിച്ചു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ സങ്കടം ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയുന്നതായിട്ട് അങ്ങനെ 2 സ്വപ്നം കണ്ടു. ഞാൻ ഈശോനെയും മാതാവിനെയും വേറെ 2 പ്രാവശ്യം കൃപാസന മാതാവിനെയും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൂർത്തീകരണം എനിക്ക് ആ നിയോഗം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് സാധിച്ച് കിട്ടിയതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം. എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു നിയോഗമാണത്. അതിനുവേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ. അപ്പോൾ ആ നിയോഗത്തിന് വേണ്ടി ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം എന്നാണ് മാതാവ് ആ സ്വപ്നത്തിൽ പറഞ്ഞത്. ആ നിയോഗം നടത്തിയതിന് ശേഷം ഞാൻ ആ എൻ്റെ സാക്ഷാത്കാരം ഇവിടെ സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ അമ്മയ്ക്ക് ചാച്ചയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്കൊരു ദർശനം കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി അമ്മ സംസാരിക്കും. പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ മേലാഴിക വന്നപ്പം കൗണ്ട് കൂടിയ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ശ്വാസം മുട്ടി തൊണ്ടയെല്ലാം ഇങ്ങനെ കുത്തി ചുമയ്ക്കുമായിരുന്നു. ഒട്ടും കിടക്കാൻ മേലായിരുന്നു. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അന്ന് പകൽ എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. ഞാനത് വായിച്ചു. അതിൽ സഞ്ചാരി മാതാവാണ്, ഏതാവശ്യത്തിനും നിങ്ങളുടെ കൂടെ മാതാവ് ഉണ്ടെന്ന് ആ പത്രത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓർത്തു. ഞാൻ താഴെ നിലത്തിറങ്ങിയിരുന്നു. ഞാൻ കൊന്ത ചൊല്ലി. മൂന്നാമത്തെ കൊന്ത പകുതിയായപ്പം മാതാവ് ഉണ്ണീശോയും എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ കൊന്ത ചൊല്ലി പൂർത്തിയാക്കി കഴിഞ്ഞപ്പം ആൾ കിടന്നുറങ്ങി.
സുഖമായിട്ട് നേരം വെളുക്കുന്നത് വരെ കിടന്നുറങ്ങി. പിന്നെ എനിക്ക് എൻ്റെ കഷത്തിലൊരു മുഴ 1 വർഷത്തോളമായി എൻ്റെ കഷത്തിലത് ഇങ്ങനെ തടിപ്പ് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചേട്ടനുണ്ടായിരുന്നു വീട്ടിൽ. ചേട്ടനും ക്യാൻസറായ കാരണം പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് ഞാനത് മിണ്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ 30-ാം തീയതി ചേട്ടൻ മരിച്ചു പോയി. അതിപ്പം ഞാനത് കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ വേണ്ടി ഉടുപ്പ് ഊരിയപ്പോൾ എൻ്റെ കഷത്തിൽ മുഴ ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്നു. എനിക്കും പേടിയായി. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ എടുത്ത് തൂത്ത് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന വഴിക്ക് ഞാൻ ആശുപത്രിയിൽ പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയ തടുപ്പുണ്ട്, ഇത് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് 1 മാസത്തെ അവധി ഉണ്ടായിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത് കിട്ടിയപ്പം അതുവരെ ഞാൻ തൈലവും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കൊന്തേ ജപമാലയെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. എങ്കിലും ഞാൻ എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നതല്ലേ, ഇത്രയും ഞങ്ങളെ കാത്തുരക്ഷിച്ച് അമ്മ ഞങ്ങളെ കാത്തോളൂ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുഴ അങ്ങോട്ട് ചുങ്ങിപ്പോയി. ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഫ്രാൻസിസ്. എനിക്ക് ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ നേരത്തെക്കാട്ടും നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട്. 62 വയസ്സുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോഴും നല്ലോണം പണി ചെയ്യുന്നു, കുടുംബം നന്നായിട്ട് നോക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വിതരണം ചെയ്യാറുള്ള രോഗികൾക്ക് തന്നെയാണ്. പിന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട്.